പക്ഷേ എപ്പോഴുമുള്ള പലരുടെയും സംശയമാണ്. അതായത് ഈ DYFI, SFI, ABVP, അങ്ങനെ KSU, മഹിളാ മോർച്ച, യുവമോർച്ച, ഇങ്ങനെ എല്ലാ സംഘടനകളുണ്ട്. ഇതിലൊക്കെ സ്ത്രീ സാന്നിധ്യവുമുണ്ട്. പക്ഷേ RSSൽ സ്ത്രീ സാന്നിധ്യം നമ്മൾ ഒരിക്കലും RSS ശാഖകളിലടക്കം സ്ത്രീകളില്ല, പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. ലോകത്ത് തന്നെ ഏറ്റവും വലിയ സംഘടനയാണ് RSS. ആ RSSൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത്? അതിന് കൃത്യമായിട്ട് ഉത്തരം നൽകേണ്ടത് RSSന്റെ നേതൃത്വമാണ്. പക്ഷെ പൊതുവേ നമുക്ക് പുറത്തു നിന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു അഭിപ്രായം ഞാൻ പറയാം. RSS എപ്പോഴും പാട്രിയാർക്കൽ ക്യാരക്ടർ പുലർത്തുന്ന ഒരു സംഘടനയാണ്. എന്നുവെച്ചാൽ പുരുഷ മേധാവിത്വമുള്ള ഒരു സംഘടനാ സംവിധാനമാണ്. അതിൻ്റെ പ്രവർത്തനം അത് വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. മിലിറ്റൻ്റ് ആയിട്ടുള്ള സംഘടന എന്നുവെച്ചാൽ ഒരു പട്ടാളമാണ് ശരിക്കും. അങ്ങനെ പട്ടാളത്തെ പോലെ വളരെ കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോടുകൂടി സംഘത്തിൻ്റെ ലക്ഷ്യം എന്താണോ അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിതമായ പുരുഷന്മാരുടെ ഒരു സംഘടന എന്ന നിലക്കാണ് അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടമാക്കപ്പെടുന്നത്. പക്ഷേ എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം അവർ ആണുങ്ങൾ മാത്രം എന്നുള്ളത് ഇപ്പോൾ അതിന് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ഹിറ്റ്ലറുടെ മുസോളിനിയുടെയും ഒക്കെ പൊളിറ്റിക്സിനോട് വളരെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ ചിന്ത RSSന് യഥാർത്ഥത്തിലുണ്ട് എന്നുള്ളതാണ്. അതായത് മുസോളിനി ഒക്കെ ഒരിക്കലും സ്ത്രീകളെ അംഗീകരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പുരുഷന്മാരുടെ ഒരു മേധാവിത്വം അത് ഈ മിലിറ്റൻസിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പട്ടാള ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തന രീതിയിൽ തുടങ്ങുന്ന കാലം ഇപ്പോൾ 100 വർഷമായി. 100 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്ന സമയത്ത് അതിനങ്ങനെ ചിന്തിക്കുന്നതിൽ വലിയ തെറ്റൊന്നും നമുക്ക് പറയേണ്ടതില്ല. കാരണം അന്ന് അങ്ങനെ ചിന്തിക്കാം, അത് ആ കാലത്തിൻ്റെ പ്രത്യേകത. പക്ഷെ 100 വർഷം കഴിയുമ്പോൾ അത് തിരുത്തേണ്ടതല്ലേ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. എന്തുകൊണ്ട് സ്ത്രീകൾക്കും അതിനകത്ത് പ്രവേശനം കൊടുത്തുകൂടാ എന്നുള്ളത്. അങ്ങനെ ഉള്ള ചിന്ത ഇക്കാലത്ത് വരാനുള്ള സാധ്യത വളരെ കൂടിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരം ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നത് മോഹൻ ഭഗവത്തിനോട് ചില ആളുകൾ ഈ ഇടയ്ക്ക് ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല മോഹൻ ഭഗവത് പല കാര്യങ്ങളിലും പറയുന്ന അഭിപ്രായങ്ങൾ കുറച്ചും കൂടി വിശാലമാണ്, കുറച്ചും കൂടി വലുതാണ്, കുറച്ചും കൂടി ഇൻക്ലൂസീവാണ്. വളരെയധികം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നാണ്. ഉദാഹരണത്തിന് ഈ ഇപ്പോൾ ജന്തർ മന്ദിറിൽ നടന്ന പാറ്റകളുടെ സമരത്തോട് പോലും ഉള്ള സമീപനം നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ഇൻക്ലൂസീവ് ആണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. കാരണം അതിൽ പങ്കെടുത്ത ആളുകളിൽ വളരെയധികം പേര് BJP കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം അത് കുട്ടികളായിട്ട് തന്നെ അതിനെ കണക്കാക്കി. അവർ രാഷ്ട്രവിരുദ്ധരാണ്, ദേശവിരുദ്ധരാണ് എന്നൊക്കെ BJPയുടെയും അതേപോലെ സംഘപരിവാറിൻ്റെയും ഒക്കെ ആളുകൾ പറയുമ്പോഴും മോഹൻ ഭഗവത് അത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നതാണ്. അത് നമ്മളുടെ കുട്ടികളാണ്, അവർ പറയുന്ന പ്രശ്നം എന്താണ് എന്ന് കേൾക്കേണ്ടത് ആവശ്യമാണ് എന്ന നിലപാടാണ് എടുത്തത്. അത് മുൻപ് RSS എടുത്തിരുന്ന രീതികളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതിൻ്റെ ഉത്തരങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ഈ വിഷയം കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അദ്ദേഹം പറയുന്നത് ഇത് രാഷ്ട്ര സ്വയംസേവക സംഘം, മറ്റേ രാഷ്ട്രീയ സ്വയംസേവക സമിതി, അങ്ങനെ ഒരു സംഘടന സ്ത്രീകൾക്കായിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇത് നോക്കിക്കൊള്ളാം, നിങ്ങൾ RSS നോക്കിക്കൊണ്ടാൽ മതി, ഇതിലേക്ക് നിങ്ങൾ ഇടപെടണ്ട എന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുന്നു എന്ന് അവർ പറയുന്നു. അന്ന് രണ്ടും ഒന്നായി പോകുമെന്നുള്ളതാണ്. അതിനി അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ പല സ്ത്രീകൾക്ക്, പല പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ സംഘപരിവാർ ആമുഖ്യമുള്ള കുറേ ആൾക്കാരുണ്ട്. RSSൽ ചേർന്ന് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. RSSന്റെ ആശയപരമായ കാര്യങ്ങളിലോട് യോജിച്ച് നിൽക്കുന്ന, അവർ പറയുന്ന നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ഇവർക്കൊക്കെ എവിടെ പ്രവർത്തിക്കണം എന്നറിയാത്ത, നമുക്ക് RSSൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള ഒരു വലിയ ചോദ്യം. കാരണം ഇപ്പോൾ DYFI തന്നെ എത്ര സ്ത്രീകൾ, പലരും എന്താ പറയുക, അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും RSSനെ രാഷ്ട്രീയമായി ഒന്നും ഉപയോഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം RSS ആണ് ഇപ്പോൾ BJP ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ ആരും ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നവർ RSS ആണെന്ന് പറയുമ്പോഴും പലപ്പോഴും അത്തരം ഒരു ഇടപെടലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അത്തരത്തിൽ RSSലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇപ്പോഴും അതൊരു വിലങ്ങ് തടിയല്ലേ? സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത
ഒരു സംഘടനയായി RSS തുടരുന്നു എന്ന് പ്രത്യേകിച്ച് ഈ ലോകത്ത് തന്നെ 63 രാജ്യങ്ങളിൽ ഈ സംഘടന ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പല രീതിയിൽ പല പേരിൽ പല മാർഗത്തിൽ പല നിലപാടിലൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകളായി. അപ്പോൾ എന്തുകൊണ്ട് അവിടെ സ്ത്രീകൾക്ക് ഇപ്പോഴും അയിത്തം കൽപ്പിക്കുന്നു എന്നൊരു വലിയ ചോദ്യമല്ലേ? അതെ, അത് നേരത്തെ ചോദിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ചോദിക്കാം. കാരണം കാലം മാറുകയാണ്. കാലം മാറുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ വരികയും എല്ലാ മേഖലയിലും സ്ത്രീകൾ കടന്നു വരികയും സ്ത്രീ സമത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ സമൂഹത്തിൻ്റെ സങ്കല്പമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. അതുകൊണ്ടാണ് ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാം എന്നതിനെ ആദ്യം അംഗീകരിച്ച സംഘടന RSS ആണ്. പിന്നീട് നിലപാട് മാറ്റിയത് BJPയുടെ കുറച്ച് സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കാം. അല്ല, പിന്നീട് പൊളിറ്റിക്കലേ രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയത്തിന് വിധേയമായി കഴിഞ്ഞപ്പോഴാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, RSS അതൊക്കെ വിട്ട് RSS വേറെ പണിക്കും. അവർ പിന്നെ അതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി RSSൻ്റെ ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് സ്ത്രീ സമത്വത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് സംഘടനയിലേക്ക് കൊണ്ടുവന്നുകൂടാ എന്ന് ന്യായമായും ചോദ്യം ഉയരുമ്പോൾ അതിന് പരിഹാരം മിക്കവാറും തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമെങ്കിലും അതിലുണ്ടായേക്കാം. നമ്മൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ പരിപാടികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല. അപ്പോൾ സ്ത്രീകളെ ഇപ്പോൾ അവരുടെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ സാരിയൊക്കെ കെട്ടി ഒരു സംഘത്തെ അപ്പുറത്ത് ആണുങ്ങളെ ഇരുത്തി ഇപ്പുറത്ത് പെണ്ണുങ്ങളൊക്കെ ഇരുത്തും. അതിനൊക്കെ നമ്മൾ വിമർശിക്കുന്ന അതുപോലെ ഒരു വിമർശനം RSSൽ സ്ത്രീകളില്ലാത്തതിന് എതിരെ സ്വാഭാവികമായിട്ടും RSS അഭിമുഖീകരിക്കാനുള്ള സാധ്യത ഈ വരും കാലങ്ങളിൽ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് അതിനോട് തുറവിയുള്ള ഓപ്പണായിട്ടുള്ള ഒരു സമീപനമെടുക്കുന്ന മോഹൻ ഭഗത്തിന് പിന്നിൽ ഈ വിഷയം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് RSS രൂപീകരിച്ച സമയത്ത് രാഷ്ട്രീയ സ്വയം സേവക് എന്ന് പറയുന്ന സംഭവം രൂപീകരിച്ച അതേ സമയത്ത് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു. അതാണ് രാഷ്ട്രസേവിയ സമിതി എന്ന് പറയുന്നത്. പക്ഷെ അതങ്ങനെ വളരെ വികസിക്കുകയൊന്നും ചെയ്തില്ല. നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അന്ന് അവർ തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ കൂടെ കൂടുന്നത് അപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് അന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞ് വർഷങ്ങൾ നിരവധി കഴിഞ്ഞു പോയി. ഇപ്പോൾ പുതിയ കാലത്തിനനുസരിച്ചിട്ട് ആ ചോദ്യം വരുമ്പോൾ അതിനെങ്ങനെയാണ് RSS സമീപിക്കേണ്ടത് എന്നത് ഇത്തരം ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മിക്കവാറും പിന്നീട് അതിനെക്കുറിച്ച് അതിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ളവർ വേണമെങ്കിൽ ചർച്ച ചെയ്തേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നോക്കൂ, സോവിയറ്റ് റഷ്യയിൽ 1917 വിപ്ലവം ഉണ്ടാകുമ്പോൾ സോവിയറ്റ് റഷ്യയുടെ ഒരു മോട്ടീഫുണ്ട് ലോകത്തിൻ്റെ മുന്നിൽ, ട്രാക്ടർ ഓടിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളതാണ്. അന്ന് സ്ത്രീകൾ ഈ ട്രാക്ടർ ഓടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷെ അവർ കൊടുത്ത മെസ്സേജ് അതാണ്. ആ വിപ്ലവത്തിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ തുല്യത, സ്ത്രീകൾ തുല്യമാകുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പം, അത് വളരെ നല്ല മെസ്സേജായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇന്ത്യയിൽ പല മേഖലകളിലേക്കും ലോറി ഓടിച്ചു പോകുന്ന സ്ത്രീകളുടെ വാർത്തകളൊക്കെ അവർ തന്നെ ബ്ലോഗേഴ്സായി മാറി എന്തെല്ലാം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏതാണ്ട് എല്ലാ മേഖലകളിലേക്കും സ്ത്രീകൾ എന്ത് ചെയ്ത് കടന്നു വന്നിരിക്കുന്നു. പട്ടാളത്തിൽ, അതുപോലെ എയർഫോഴ്സിൽ, എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് വലിയ പങ്കാളിത്തം കൊടുക്കുന്ന തരത്തിലേക്ക് ലോകം മാറുന്നുണ്ട് ശരിക്കും. എന്തിന് പുരുഷന്മാരെ പോകുന്ന ഫ്ലൈറ്റിൽ വരെ ഫ്ലൈറ്റ് ഓടിക്കുന്ന പലപ്പോഴും സ്ത്രീകളായിരിക്കും. അതെ, അങ്ങനെ വരുന്ന ഒരു സ്ഥിതിയുണ്ട്. നമ്മളിപ്പോൾ ഈ നമ്മുടെ കൺമുന്നിലൂടെ മെട്രോ ട്രെയിൻ അത് ഓടിക്കുന്ന സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട്. നമുക്ക് നല്ല സന്തോഷം തോന്നും. കാരണം വെച്ചാൽ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ഇപ്പോൾ ചില വീടുകളിൽ, ഈ പ്രത്യേകിച്ച് സവർണ വീടുകളിലൊക്കെ ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ സ്ത്രീകൾക്ക് മുൻവശത്തേക്ക് ഇറങ്ങാനോ അഭിപ്രായം പറയാനോ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ല. പൊതുവിൽ എല്ലാ പുരുഷന്മാരാണ്, ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മൂത്ത ചേട്ടൻ, ഇങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പലപ്പോഴും എനിക്ക് RSSന് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു മൂത്ത കാരണവരായി ഇപ്പോഴും ഇതിന്റെ ചുമതലയുള്ള സർസംഘചാലകന്മാരിയ്ക്കുന്നു. സ്ത്രീകൾക്ക് ആ ഉള്ളറകൾ വിട്ട് പുറത്തേക്കുള്ള പ്രവേശനം അവരിപ്പോഴും നിഷേധിച്ചു വെച്ചേക്കാണ്. ഇല്ലെങ്കിൽ പിന്നെ എത്രയോ സ്ത്രീകൾക്ക് ഇനി സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഈ സംഘടന ഇല്ലാതാകുമോ എന്നുള്ള അമിത ഭയമുണ്ടോ, അവരിത് ഏറ്റെടുക്കുമെന്നോ അല്ലെങ്കിൽ അവർ ഇത് ഹൈജാക്ക് ചെയ്യുമെന്നുള്ള ഭയം RSSനുണ്ടോ?
അല്ല, RSSന് പലതരത്തിലും സംഘടനാ സംവിധാനങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സ്ത്രീകളുടെ വരവ് കാരണമായേക്കാം എന്ന ഭയപ്പാടൊക്കെ വേണമെങ്കിൽ ഉണ്ടാകാം. എന്താണെന്നുള്ള അവർ തുറന്ന് ചർച്ച ചെയ്യണ്ടേ അതെ സമയം.